അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട ആ ബാംഗ്ലൂരിലെ ആ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഗോപുരം ഇനിയും കയറാറുണ്ട്. നമ്മൾ ഏകദേശം 3/4 ഭാഗം മുകളിൽ നിൽക്കുകയാണ്. ഒരാളെ കയറി പകുതിക്ക് നിൽക്കുവാണ്, കയറാൻ പേടി. വാ കയറി വാ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ സോളാർ പാനലുകൾ വളരെ മനോഹരമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോൺവെൻറ്റും പാരിഷ് ഹാളും പള്ളിയുടെയും ഈ 3 ബിൽഡിങ്ങിൻ്റെയും മുകളിലാണ് നമ്മൾ നിരത്തി 128 പാനൽ വെച്ചിരിക്കുന്നത്. വളരെ നീണ്ടു നീണ്ടു നിൽക്കുന്ന വലിയൊരു പള്ളിയാണിത്. ഇത് പള്ളിയിലെ പെരുന്നാളിന് വേണ്ടി ഈസ്റ്ററിനോടനുബന്ധിച്ച് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ പള്ളിയുടെ ഫ്രണ്ട് വശം. അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല ഗൈസ്, ഭയങ്കര ആഴമാണ്. നേരെ ഓപ്പോസിറ്റ് വലിയൊരു കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രെയിനും മറ്റും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 ദിക്കും റോഡും സ്ഥലങ്ങളും എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനിയും മുകളിലേക്ക് കയറുവാനുണ്ട്. ഇതാണ് പള്ളിയുടെ ഏറ്റവും തുഞ്ചത്തെ ഭാഗം. പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ എനിക്ക് ചെറിയ ഭയമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. ഇതാണ് പള്ളിയുടെ മുൻവശമായിട്ട്. ഇത് മുമ്പിലെ റോഡാണ്. അവിടെ പണികൾ നടക്കുന്ന വലിയ ബിൽഡിങ് കോംപ്ലക്സുകൾ